ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അണ്ടർ റൈറ്റിംഗിലെ ഒരു പ്രോബ്ലം ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് കംപ്ലീറ്റ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലെ മോർ ദാൻ വൺ അണ്ടർ റൈറ്റേഴ്സ് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഹൗ ടു അസർടെയിൻ ദ നെറ്റ് ലയബിലിറ്റി ഓഫ് അണ്ടർ റൈറ്റേഴ്സ്, അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ അണ്ടർ റൈറ്റേഴ്സിന്റെ ലയബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ മോർ ദാൻ വൺ അണ്ടർ റൈറ്റേഴ്സ് ഉണ്ട് എങ്കിൽ തിയറിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, നമ്മൾ ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഹെഡിങ് കൊടുക്കേണ്ടത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ലയബിലിറ്റി ഓഫ് അണ്ടർ റൈറ്റേഴ്സ്. ഓക്കെ, ദെൻ ഇവിടെ 3 അണ്ടർ റൈറ്റേഴ്സ് ആണുള്ളത്, അതായത് എക്സ്, ദെൻ വൈ, ദെൻ ഇസഡ്. ഓക്കെ, സോ 3 അണ്ടർ റൈറ്റേഴ്സിന്റെ പേരുകൾ എഴുതാനുള്ള 3 കോളം കൊടുക്കുക. ഓക്കെ, ദെൻ ഒരു ടോട്ടൽ കോളം കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ ഒരു ഐറ്റംസ് എഴുതാനുള്ള ഒരു കോളവും പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ? ദെൻ നമ്മൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിൽ നിന്നാണ്? ഗ്രോസ് ലയബിലിറ്റിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഗ്രോസ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്ന അണ്ടർ റൈറ്റർ 10,000 ഷെയർ ഏറ്റെടുത്തോളാം എന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. വൈ 6,000 ഷെയർ എടുക്കാമെന്ന് എഗ്രി ചെയ്തു. ഇസഡ് എന്ന് പറയുന്ന അണ്ടർ റൈറ്റർ 4,000 ഷെയർ എടുത്തോളാം എന്ന് എഗ്രി ചെയ്തു. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 20,000. അപ്പൊ ഈ ഒരു കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയറിന്റെ എണ്ണം എന്ന് പറയുന്നത് 20,000 ആണ്. ഓക്കെ, ആ 20,000-ല് 10,000 എക്സ് എടുത്തോളാം എന്ന് പറഞ്ഞു, 6,000 വൈ എടുത്തോളാം എന്ന് പറഞ്ഞു, ഇസഡ് 4,000 എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഓരോരുത്തരും എടുത്തോളാം എന്ന് എഗ്രി ചെയ്തിരിക്കുന്നതിന്റെ ടോട്ടൽ എത്രയാണ്? 20,000 ആണ്. ഈ 20,000 ആയിരുന്നു എന്ത്? കമ്പനി ഇഷ്യൂ ചെയ്തിരുന്ന ഷെയർ. ഓക്കെ, അപ്പൊ ആ ഇഷ്യൂ ചെയ്ത ഹോൾ ഇഷ്യൂ ഈസ് അണ്ടർ റിട്ടൺ ബൈ ദീസ് 3 അണ്ടർ റൈറ്റേഴ്സ്. ഓക്കെ, ദെൻ അപ്പൊ നമ്മള് ഫസ്റ്റ് ഗ്രോസ് ലയബിലിറ്റി എഴുതി, ഓരോരുത്തരും എത്ര വീതം എടുക്കാം എന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ഗ്രോസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ അതിൽ നിന്നും എന്താണ് മൈനസ് ചെയ്യേണ്ടത്? അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് മൈനസ് ചെയ്യണം. ഓക്കെ, അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദ ആപ്ലിക്കേഷൻസ് വിച്ച് ഡസ് നോട്ട് ബെയർ എനി ഒഫീഷ്യൽ സ്റ്റാമ്പ് ഓഫ് അണ്ടർ റൈറ്റേഴ്സ്. അണ്ടർ റൈറ്റേഴ്സിന്റെ ഒഫീഷ്യൽ സ്റ്റാമ്പ് ഇല്ലാത്തതിനെയാണ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ നമ്മളത് കണ്ടുപിടിച്ചെടുക്കണം, കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ടോട്ടൽ ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് മൈനസ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ ഓഫ് അണ്ടർ റൈറ്റേഴ്സ്. ഓക്കെ, ടോട്ടൽ ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് മൈനസ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ ഓഫ് അണ്ടർ റൈറ്റേഴ്സ്. ഓക്കെ, ഇവിടെ ടോട്ടൽ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തത് 20,000 ആയിരുന്നു ഇഷ്യൂ ചെയ്തത്. അതില് കമ്പനിക്ക് റിസീവ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ആപ്ലിക്കേഷൻ പറയുന്നത് എത്രയാണ്? 18,000 എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോ ടോട്ടൽ ആപ്ലിക്കേഷൻ റിസീവ്ഡ് 18,000 ആണ്. മാർക്ക്ഡ് ആപ്ലിക്കേഷൻ ആണ് അതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, മാർക്ക്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓരോ അണ്ടർ റൈറ്റേഴ്സും കമ്പനിയിലേക്ക് കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ആണ്. അത് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. എക്സ് 4,000 ആപ്ലിക്കേഷൻ കൊടുത്തു, വൈ 2,000 ആപ്ലിക്കേഷൻ കൊടുത്തു, ഇസഡ് 10,000 ആപ്ലിക്കേഷൻ കൊടുത്തു. ഓക്കെ, അപ്പൊ ടോട്ടൽ ഓഫ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 16,000 ആണ്. ടോട്ടൽ ആപ്ലിക്കേഷൻ റിസീവ്ഡ് എത്രയാണ്? 18,000. ടോട്ടൽ ഓഫ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻ എത്രയാണ്? ഇത് 3ഉം കൂടെ ടോട്ടൽ ചെയ്യുക, ദാറ്റ് ഈസ് 16,000. ദെൻ ആ മൈനസ് ചെയ്യുക. സോ നമുക്ക് കിട്ടുന്ന അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 2,000 ആണ്. ഓക്കെ, ഇനി ഈ 2,000 എന്ത് ചെയ്യണം? നമ്മളിവിടെ ഗ്രോസ് ലയബിലിറ്റിയിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പോ
ഓരോ അണ്ടർ റൈറ്റേഴ്സിന്റെയും ഗ്രോസ് ലയബിലിറ്റിയിൽ നിന്നും ഈ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈ കിട്ടിയ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ 2000 ഇവരുടെ ഓരോരുത്തരുടെയും ഗ്രോസ് ലയബിലിറ്റി റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. ഗ്രോസ് ലയബിലിറ്റി റേഷ്യോയിൽ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഗ്രോസ് ലയബിലിറ്റിയുടെ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഗ്രോസ് ലയബിലിറ്റി 10,000, 6,000, 4,000 ആണ്. ഇതിന് ഷോർട്ട് ഫോം ആക്കിയാൽ 10:6:4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആ സീറോസ് അങ്ങ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്നുകൂടെ നമുക്ക് സ്മോളസ്റ്റ് ഫോം ആക്കാം, 5:3:2. അപ്പോ ഈ റേഷ്യോയില് ഈ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ അണ്ടർ റൈറ്റേഴ്സിന്റെയും കോളത്തിൽ എഴുതിയിട്ട് മൈനസ് ചെയ്യുക. അപ്പോ ഫസ്റ്റ് അണ്ടർ റൈറ്ററുടെ കോളത്തിൽ എങ്ങനെ വരും? 2000 into 5/10, that is 1000. രണ്ടാമത്തെ അണ്ടർ റൈറ്ററുടെ കോളത്തിൽ വൈയുടെ കോളത്തിൽ 2000 into 3/10, that is 600. Then Z ന്റെ കോളത്തിൽ 2000 into 2/10, that is 400. Okay, then അത് ടോട്ടൽ ചെയ്യുമ്പോൾ 2000 ആയി. Then മൈനസ് ചെയ്യുക. അപ്പോ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ മൈനസ് ചെയ്തപ്പോൾ ഈ 10,000 എടുക്കാമെന്ന് എക്സ് എടുക്കാമെന്ന് എഗ്രി ചെയ്തു. അതിൽ 1000 ആര് അപ്ലൈ ചെയ്തതായിരുന്നു? പബ്ലിക് അപ്ലൈ ചെയ്തതായിരുന്നു. സോ റിമൈനിങ് ഇനി എക്സ് എടുക്കേണ്ടി വരുന്നത് എത്രയാണ്? 9,000 ആണ്. ഓക്കെ, ഇതുപോലെ വൈയുടെ കേസ് എടുത്താൽ 6,000 ആണ് എഗ്രി ചെയ്തത്, എടുക്കാമെന്ന് എഗ്രി ചെയ്തത്. അതിൽ 600 ആര് ഏറ്റെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആര് സബ്സ്ക്രൈബ് ചെയ്തു? പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തു. റിമൈനിങ് എടുക്കേണ്ടത് എത്രയാണ്? 5,400 ആണ്. ഓക്കെ, ഇനി ഇസഡിന്റെ കേസ് എടുത്താല് ഇസഡ് 4,000 ആണ് എടുക്കാമെന്ന് എഗ്രി ചെയ്തിരിക്കുന്നത്. പബ്ലിക് എത്ര അപ്ലൈ ചെയ്തു? അതിൽ 400 പബ്ലിക് അപ്ലൈ ചെയ്തു. റിമൈനിങ് ഇനി എക്സിന് എത്ര എടുക്കേണ്ടത്? 3,600. ക്ലിയർ? ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് മൈനസ് ചെയ്യുക. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോരുത്തരുടെയും മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ്, ഓരോ അണ്ടർ റൈറ്റേഴ്സും കമ്പനിയിലേക്ക് കൊടുത്തിരിക്കുന്ന മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് ഡയറക്റ്റ് എഴുതുക, അത് മൈനസ് ചെയ്തു. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 9,000 ആയിരുന്നു എക്സ് ഇനി എടുക്കാനുള്ളത്. 4,000 അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇനി എത്രയും കൂടി എടുക്കണം? 5,000 കൂടി എക്സ് ഏറ്റെടുക്കണം. ഇസഡിന്റെ കേസ്, വൈയുടെ കേസ് നോക്കിയാൽ 5,400 ആണ് ഇനി എടുക്കേണ്ടത്. പക്ഷെ എത്രയാണ് അപ്ലൈ ചെയ്തുള്ളൂ? വൈ 2,000 അപ്ലൈ ചെയ്തുള്ളൂ. അപ്പൊ വൈക്ക് ഇനി എത്രയും കൂടി എടുക്കേണ്ടി വരും? 3,400 കൂടി എടുക്കേണ്ടി വരും. ഓക്കെ, ഇനി ഇസഡിന്റെ കേസ് നോക്കിയാൽ ഇസഡിന് എത്രയാണ് ഇനി എടുക്കേണ്ടത്? 3,600. അത്രയുമാണ് എടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇസഡ് എത്രയാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്? എത്രയാണ്? 10,000. അപ്പോ മോർ ദാൻ ഹിസ് ആക്ച്വൽ കപ്പാസിറ്റി ആണ്. അതുകൊണ്ടാണ് അത് മൈനസ് ചെയ്തപ്പോൾ നെഗറ്റീവ് ഫിഗർ വന്നത്. ഓക്കെ, ഇങ്ങനെ നെഗറ്റീവ് ഫിഗർ വന്നാൽ അത് സർപ്ലസ് ആണ്, അല്ലെങ്കിൽ എക്സസ് ആണ്. അത് ആ ഇസഡിന് ഏറ്റെടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ? 3,600 ആണ് ഇസഡ് ഇനി എടുക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, ലയബിലിറ്റി മാക്സിമം അത്രേ വരുള്ളൂ. പക്ഷെ ഇസഡ് അപ്ലൈ ചെയ്തത് 10,000 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ എക്സസ് ഉള്ളത് ആർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക? മറ്റ് 2 അണ്ടർ റൈറ്റേഴ്സിനും ഡിവൈഡ് ചെയ്യുക. കാരണം അവർക്ക് അത് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാരണം എന്താ? എക്സിന് എത്രയും കൂടി എടുക്കാം? 5,000 വരെ എടുക്കാം. വൈക്ക് 3,400 കൂടി എടുക്കാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ നെഗറ്റീവ് ഫിഗർ വന്ന 6,400 എക്സിനും വൈനും അവരുടെ ഗ്രോസ് ലയബിലിറ്റി റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഗ്രോസ് ലയബിലിറ്റി റേഷ്യോ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു.
5:3:2 ആണ്. അതില് എക്സിന്റെയും വൈയുടെയും റേഷ്യോ എത്രയാണ്? 5:3. അപ്പോൾ ഈ 6400 5:3 എന്ന റേഷ്യോയിൽ എക്സിനും വൈക്കും ഉണ്ടോ ഡിവൈഡ് ചെയ്ത് കൊടുത്തത്? 6400 into 5/8, then 6400 into 3/8. സോ രണ്ടുപേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ദെൻ അത് മൈനസ് ചെയ്യുക. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ എക്സിന് ഇനി നെറ്റ് ലയബിലിറ്റി റിമൈനിങ് ഇനി എടുക്കേണ്ടി വരുന്നത് എത്രയാണ്? 1000. വൈക്ക് ഇനി എടുക്കേണ്ടി വരുന്നത് എത്രയാണ്? 1000. ടോട്ടൽ രണ്ടുപേരും കൂടി ഇനി എടുക്കേണ്ടി വരുന്നത് എത്രയാണ്? 2000. ഓക്കെ, മൊത്തം എത്രയായിരുന്നു കമ്പനിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഷെയർ? 20,000 ആയിരുന്നു. അതില് ടോട്ടൽ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തത് എത്രയാണ്? 18,000 ആണ്. ഇനി 2,000 കൂടിയാണ് എടുക്കാനുള്ളത് ഉള്ളൂ, അല്ലെങ്കിൽ എടുക്കാനുള്ളത്. ആ 2,000 2000ൽ 1,000 ആരെടുത്തു? എക്സ് എടുത്തു. ദെൻ റിമൈനിങ് 1,000 വൈ എടുത്തു. ഇതാണ് നെറ്റ് ലയബിലിറ്റി ഓഫ് അണ്ടർ റൈറ്റേഴ്സ്. ഓക്കെ, ഇങ്ങനെയാണ് മോർ ദാൻ 1 അണ്ടർ റൈറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അണ്ടർ റൈറ്റേഴ്സിന്റെ നെറ്റ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ക്ലിയർ?